ആരാ ആരാ? ചേട്ടൻ മനുഷ്യനെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് വീരഭദ്രന്റെ പരാക്രമങ്ങൾ എങ്ങനെയുണ്ട്? കർണക്കുറ്റിക്കിട്ട് 2 അടി കിട്ടിയാലേ ചേട്ടന്റെ ഈ പരാക്രമങ്ങളൊക്കെ മാറും. ആർക്കും എളുപ്പത്തിൽ കൈവയ്ക്കാവുന്ന ശരീരശാസ്ത്രത്തിലെ ഏറ്റവും മൃദുലമായ ഭാഗമാണ് കരണം, അതായത് കവിൾത്തടം. നല്ല നിലയിൽ കഴിയുന്ന കുടുംബങ്ങളിൽ എങ്ങനെ കവർച്ച നടക്കുന്നു, എങ്ങനെ കൊലപാതകങ്ങൾ നടക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ഒരു ഉഗ്രൻ നോവൽ എഴുതാൻ പോകുകയാണ് ഈ വീരഭദ്രൻ. അതിനുള്ള പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടിരിക്കാൻ ഇപ്പോൾ ഞാൻ. അതിന്റെ ട്രയലായത്. നീ ഏതായാലും ബുദ്ധിവഴി തന്നെ. കോളിംഗ് ബെൽ അടിച്ചിട്ടും ആളെ കാണാതെ വാതിൽ തുറന്നില്ലല്ലോ. യു ആർ ദി ബ്രൈഡ്. ചേട്ടന്റെ ഈ വട്ട് ഇപ്പോഴും മാറിയില്ല. വട്ടോ? ഇത് വട്ടല്ല, ഒരുതരം വെട്ടാണ്, തൂലിയ കൊണ്ടുള്ള വെട്ട്. നിനക്കറിയാമോ ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഡിറ്റക്റ്റീവ് നോവലിന്റെ പേരെന്താണെന്ന്? എനിക്കൊന്നും കേൾക്കണ്ട. കേൾക്കണം. മലയാളത്തിലെ ഡിറ്റക്റ്റീവ് നോവൽ ശാഖയിൽ ഒരു എത്തിക്കണ്ണി കൂടി, സോറി, ഒരു മുതൽക്കൂട്ടാണ് എന്റെ നോവൽ. നിന്നെയും കൊല്ലും, ഞാനും ചാകും. നിന്നെ കുറച്ച് കൂൾ ഡ്രിങ്ക്സ് കൊണ്ടുവരൂ, വല്ലാത്ത ചൂട്. വീട്ടിൽ അമ്മാവനും അമ്മാവിക്കും സുഖമാണോ? ഐ ഡോണ്ട് കെയർ. ഫാദേഴ്സിനെ കുറിച്ചും മദേഴ്സിനെ കുറിച്ചും ഞാൻ ചിന്തിക്കാറില്ല. അതെല്ലാം വെറും മിഥ്യയാണ്, മിഥ്യ. ഞാൻ എഴുതുവാനുള്ള ഒരു കാം ആൻഡ് ക്വയറ്റ് പ്ലേസ് അന്വേഷിച്ചു വന്നതാണ്. ഇവിടെ കൊള്ളാം, ഇവിടെ ക്വയറ്റ് ആൻഡ് കാം ആണ്. ഞാനിവിടെ ഒരു സൃഷ്ടി നടത്താൻ പോവുകയാണ്. ഞാനിവിടുത്തെ മുറികളുടെ ഒരു റിസർച്ച് നടത്തിയിട്ട് വരാം. ഓക്കെ? യു പ്ലീസ് റൈറ്റ്. ഓക്കെ? കല്ലേ, അത് കൊള്ളാമല്ലോ. അത് പതുക്കെ പതുക്കെ. അയ്യോ, എന്റെ എന്താണിത്? അയ്യോ, എന്നാലും എന്റെ പിള്ളേരെ, നിങ്ങളെപ്പോലെ സുന്ദരികളായ ചെറുപ്പക്കാരുടെ ലൈഫ് ഇവിടെ കിടന്നിങ്ങനെ സ്പോയിലായി പോകുന്നല്ലോ. എനിക്കത് ഓർക്കുമ്പോ സഹിക്കാൻ പറ്റുന്നില്ല. ഐ ആം റിയലി ഫീലിംഗ് ഇറ്റ്. റിയലി, ഐ എം നോട്ട് ജോക്കിംഗ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? ആ, വെരി ഗുഡ്. എനിക്കത് അപ്പോഴേ തോന്നി. ശശി, ജോഷി, സാജൻ, ഭരതൻ, പ്രിയൻ ഒക്കെ നമ്മുടെ പയ്യന്മാരല്ലേ. ഞാൻ ഒരു വാക്ക് പറഞ്ഞാൽ മതി. ഒന്ന് പറയണം സാർ, ഞങ്ങൾ രക്ഷപ്പെട്ടോട്ടെ. ഞാൻ ഏറ്റുകുട്ടികളെ, ഇങ്ങനെ ഒരു ചെറിയ സഹായമെങ്കിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാനൊരു മഹാനാണെന്ന് പറയുന്നതിൽ എന്താർത്ഥം, അല്ലെ? ഓ, നീ തീരാമുനിയും തന്നെ. നിന്നെ ഞാൻ ഷുക്കൂർ വിളിക്കുന്നു. എന്നെ കാണേണ്ടവർ ഇങ്ങോട്ട് വരണം. ഞാൻ ആരെയും അങ്ങോട്ട് പോയി കാണാറില്ല. നീ ഇങ്ങനെ പറയൂ എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ തന്നെ വന്നത്.
ആ മക്കളെല്ലാം ചെല്ലി. എല്ലാത്തിനും ഞാൻ സിനിമയിൽ അഭിനയിപ്പിക്കാം. മീനാക്ഷി, ശേഷാദ്രി, മന്ദാകിനി, ഇന്ദാകിനി എല്ലാം ചെല്ലി. ചെല്ല്. ആ, എനിക്ക് നിന്നെ കൊണ്ട് ഒരു ചെറിയ ജോലിയുണ്ട്. എന്ത് ജോലിയാ? നിനക്കറിയാവുന്ന ജോലി തന്നെ. ഇന്ന് രാത്രി ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും കുറച്ച് പണമെടുക്കണം. അതിനുള്ള എല്ലാ പരിപാടികളും ഞാൻ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്ലാനും പരിപാടിയൊന്നും എനിക്ക് കേൾക്കണ്ട. എന്റെ പ്രതിഫലത്തിന്റെ കാര്യം മാത്രം പറഞ്ഞാൽ മതി. പ്രതിഫലം 50-50. നീ കാറിൽ തന്നെ ഇരിക്കണം. ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ? ഓക്കെ സർ. ആ, ഒരു 50 രൂപ ഞാൻ 50 രൂപ താശാനെ. ഒരു പെട്ടി കാലി കീഴാൻ പാടില്ലെന്നാ പറയുന്നത്. നമുക്ക് നാളെ വന്ന് ചക്കണ്ടതല്ലേ. ഇതെന്താ അങ്ങനെ ഓടുന്നേ? എന്റെ കണക്ക് തീർത്തിട്ട് പോ. 50-50. കണക്ക് ആവശ്യം കഴിഞ്ഞാൽ ഞാൻ ആരുടെയും കണക്ക് ബാക്കി വെക്കാറില്ല. പ്രതിയുടെ മേലുള്ള കുറ്റകൃത്യങ്ങൾ പ്രോസിക്യൂഷൻ നിരുപാധികം തെളിയിച്ചിരിക്കുന്നതിനാൽ ഇന്ത്യൻ ശിക്ഷാ നിയമം 393 വകുപ്പ് പ്രകാരം പ്രതിയെ 8 വർഷം കഠിന തടവിന് ശിക്ഷിച്ചിരിക്കുന്നു. 8 വർഷം? ചേട്ടൻ ഊണും ഉറക്കം ഉപേക്ഷിച്ച് ആർക്കു വേണ്ടി എങ്ങനെ കഷ്ടപ്പെടുന്നത്? നിനക്ക് വേണ്ടി. എനിക്ക് വേണ്ടി ചേട്ടൻ ഇങ്ങനെ കഷ്ടപ്പെടുകയൊന്നും വേണ്ട.
ഇവിടുന്ന് പോയി കഴിഞ്ഞാ 4-5 ദിവസം കഴിഞ്ഞ വരുന്നത്. ഞാനിവിടെ ഒറ്റയ്ക്കാണെന്ന് വിചാരം പോലും ചേട്ടനില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെ? നിന്നെ കെട്ടിച്ചയക്കാനുള്ള പണം ഉണ്ടാക്കണ്ടേ മോളെ? പിന്നെ എന്നെ കെട്ടിച്ചേക്കൊന്നും വേണ്ട. ഞാൻ ചേട്ടനെ വിട്ട് എങ്ങും പോവില്ല. ആ, അതെല്ലാ പെൺകുട്ടികളും പറയുന്നത്. കല്യാണം കഴിഞ്ഞാ പിന്നെ ചേട്ടനും വേണ്ട, ആരും വേണ്ട. ഒന്ന് പോ ചേട്ടാ. പോവാതെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് പോയാ മതി.